അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയിട്ട് അപ്പോൾ വണ്ടി 2000 പുറത്താവുമെന്ന് പറഞ്ഞപ്പോൾ അതും വണ്ടിയുടെ റെഡ് ഹാൻഡ് കാർഡുകളായപ്പോൾ നല്ല ഇതിൽ മാച്ചിങ് ആയിട്ട് വണ്ടിക്ക് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ഇത് പാക്ക് ചെയ്ത് നമ്മളിനി കൊറിയർ അയച്ചു കൊടുക്കണം. ഗൈസ് നമ്മൾ എക്സ്പ്രസ് പ്രോ അപ്പോൾ 10,000 കിലോമീറ്ററുകളിൽ അപ്പോൾ കടന്നുകൊണ്ട് നിൽക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് നമ്മളെ ഹീറോയുടെ ഷോറൂമിലോട്ടാണ്. നമ്മളെ വണ്ടിയുടെ സർവീസ്, നമ്മുടെ വണ്ടിയുടെ 10,000 കിലോമീറ്ററിൻ്റെ സർവീസ് ചെയ്യാനായിട്ട് അപ്പോൾ ഷോറൂമിലോട്ട് പോകാനായിട്ടാ. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ലാസ്റ്റ് സർവീസ്, ഷോറൂമിൽ കയറ്റിയുള്ള ലാസ്റ്റ് സർവീസ്. അപ്പോൾ ഇതാണ് കേട്ടോ 10,000 കിലോമീറ്ററിൻ്റെ സർവീസും ചെയ്തിട്ട് ഞാൻ വച്ച് കെട്ടുകയാണ്. ഈ ഒരു സർവീസും ഷോറൂമിൽ കയറ്റണമെന്ന് തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഹെൽഡറിങ്ങിൻ്റെ അവിടെ നിന്ന് ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തോടത്തും ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ഒരു ഫ്രീ വാഷിങ് നമുക്ക് വണ്ടി കിട്ടും. 200 രൂപ ആവും പുറത്തോട്ട് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഫ്രീ വാഷ് നമുക്ക് ഈ വണ്ടി കിട്ടും. പിന്നെ ഈ ലേബർ ചാർജ് കാര്യങ്ങളൊന്നും ആവത്തുമില്ലല്ലോ ഇപ്പോൾ ഷോറൂമിൽ കൊടുക്കാൻ നേരത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കളഞ്ഞപ്പോൾ ആ ഷോറൂമിലോട്ട് പോവുകയാണ്. കോണുമ്പാൽ ചെറിയൊരു അടിയുണ്ട്, അത് ടൈറ്റാണ്. നമ്മൾ കൈ വിടാനത്ത് ഇടയ്ക്ക് ഒരു കുടുക്കമൊക്കെ ഉണ്ട് കേട്ടോ. സ്പീഡിൽ പോയിട്ട് കൈ വിടാനത്ത് ചില സമയത്തൊക്കെയാണ് തോന്നുന്നത് ചെറിയൊരു കുടുക്കമുണ്ട്. അപ്പം എന്തായാലും ഇത്രയും പണിയുള്ളതുകൊണ്ട് ഇത്തവണ ഷോറൂമിൽ കാണിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ലേബറൊന്നും ആവത്തില്ലല്ലോ, ലാസ്റ്റ് സർവീസ് ആണ്. നേരെ നമുക്ക് ആറ്റിങ്ങ ഹീറോയുടെ ഷോറൂമിലോട്ട് വിടാം. നമ്മുടെ ഷോറൂം എത്തിയിട്ടുണ്ട്. എത്ര വണ്ടി അകത്തോട്ടാകത്തോ ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് മാറ്റി തരും. അതായത് സർവീസ് പ്രോപ്പറായിട്ട് ഓക്കെ ആയി. മാനുഫാക്ചറിന് പറഞ്ഞ ഡാമേജിൽ എല്ലാത്തിനും വാറണ്ടി വരും. അല്ല മാനുഫാക്ചറിന് ഡാമേജിന് വാറണ്ടി വരും. പ്രോപ്പറായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. കംപ്ലൈൻറ്റ് ഹെഡിൻ്റെ അവിടെ നിന്ന് ലീക്കുണ്ട് അപ്പുറ സൈഡ്. ആ മാറാം. പിന്നെ ഈ കോൺസെപ്റ്റിൻ്റെ അവിടെ ചെറിയ ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറുതായിട്ടൊരു സൗണ്ട് ഉണ്ട്. മുമ്പോട്ട് ആയിട്ടാണ്, പക്ഷെ അത് എപ്പോഴും ഇല്ല. നല്ലോണം ബ്രേക്ക് പിടിക്കുമ്പോൾ ടക്ക് കേട്ട്. ആ ഓക്കെ ഓക്കെ. എയർ ഫിൽറ്റർ എത്ര 20,000? 42,000. ഇപ്പോൾ എയർ ഫിൽറ്ററും കൂടെ നിങ്ങൾ മാറിയേക്ക്. ആ അതെത്രയാണ് എയർ ഫിൽറ്റർ? എത്രയാ? അതും കൂടെ മാറാം. 219 അല്ലേ? ക്ലച്ചെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. വലുവ് ഞാൻ ഒടിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട് ഒടിച്ചത് വെച്ചാൽ വലുവ് കുറച്ച് സഡൻ പിക്കപ്പ് കുറച്ച് ഇല്ലെന്ന് പറയണത്. ഇപ്പോൾ വലുവ് കുറച്ച് ഷോക്കണമെന്ന് പറഞ്ഞു. അത് ക്ലച്ചിൻ്റെ അങ്ങനെ ആയിരിക്കണം. അതാണ് എയർ ഫിൽറ്ററോടെ മാറണം. അതൊക്കെ ലൂബ് ചെയ്ത് വയ്ക്കാം, വാഷ് മാത്രം മതി. ഏകദേശം 2,000-ന് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എയർ ഫിൽറ്റർ 12,000 കിലോമീറ്ററിലാണ് കേട്ടോ വണ്ടി. ഇപ്പോൾ 10 ആയി. അപ്പോൾ എന്തായാലും എയർ ഫിൽറ്ററോട് ഇപ്പോൾ മാറുന്നുണ്ട്. ഈ 1 കിലോമീറ്റർ ഇളക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം എയർ ഫിൽറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ഓക്കെ. പിന്നെ എന്താണ്, പിന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് 70,000 കിലോമീറ്ററിലാണ് വണ്ടിയുടെ എൻജിൻ വാറണ്ടി. അതായത് 70,000 കിലോമീറ്ററിനകത്ത് വെച്ച് മാനുഫാക്ചറിങ് വരുന്ന ഡിഫറൻസ്. ഓക്കെ. അതായത് 70,000 കിലോമീറ്ററിൽ മാനുഫാക്ചറിങ് വരുന്ന പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. തേയ്മാനം കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടത്തില്ല. മാനുഫാക്ചറിങ് എന്തായാലും 10,000 കിലോമീറ്റർ ഓടിയിട്ടൊന്നുമില്ല. ഇനി വരുന്നത് നമ്മളെ യൂസേജും അതുപോലെ തന്നെ തേയ്മാനം കൊണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോകണം അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ഇവർ ചെയ്ത് തരേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത് ലാസ്റ്റ് സർവീസ് ആണോ എന്ന്. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പണി വന്നാൽ എനിക്ക് ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ. വേറെ കേസ് എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് വരുന്ന പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് മാക്സിമം ഷോറൂമാർ ഒഴിവാക്കാനേ നോക്കത്തുള്ളൂ. അത് പക്ഷേ നമ്മൾ സംസാരിച്ച് തന്നെ സെറ്റ് ആക്കേണ്ടിയിരിക്കുന്നു. മാക്സിമം അത് ഒഴിവാക്കാനേ നോക്കും. ഇവരത് ഞാൻ ഉദ്ദേശിച്ച ഈ ഷോറൂമിനെ പറ്റിയിട്ടില്ല. എനിക്ക് ഈ ഷോറൂമിനെ പറ്റിയിട്ട് ആദ്യത്തെ ഒരു സർവീസ് മാത്രമേ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയുള്ളൂ. പക്ഷേ ബാക്കി സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം വെക്കാൻ കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് വണ്ടി കാര്യങ്ങളൊക്കെ തരും. എല്ലാം പ്രോപ്പറായിട്ട് തന്നെ എല്ലാം ചേഞ്ച് ചെയ്ത് തന്നെ കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവർ ചേഞ്ച് ചെയ്താൽ. നല്ല സർവീസാണ് ആറ്റിങ്ങ ദിയ ഷോറൂം, നല്ല സർവീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഷോറൂമിൽ കയറി തന്നെ പ്രോപ്പറായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റി സർവീസും കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയിട്ട്. അപ്പോൾ വണ്ടിയിൽ ചെറിയ പവർ ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ക്ലച്ചിൻ്റെ പ്ലേറ്റിന് ചെറിയ രീതിയിൽ തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ചെറിയൊരു തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴേ മാറേണ്ട ആവശ്യമില്ലല്ലേ, കുഴപ്പമില്ലല്ലേ, കിടക്കും. അപ്പം കുറച്ചും കൂടെ ഓടാൻ കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും മാറാതെ 2,000-ന് പുറത്താവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ഓടിയതിന് ശേഷം നല്ലവണ്ണമൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഓടുന്നുണ്ട് പ്രശ്നമില്ലല്ലോ കേട്ടോ, ഇല്ലല്ലേ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഓടിയിട്ട് നമുക്ക് വരാം. ബെല്ലിനൊന്നും വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാ വണ്ടി ഫുള്ള് ഇവിടെ അഴിച്ചിട്ടേക്കട്ടെ. ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ട്രെയിനറും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ പവർ ലോസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ക്ലച്ച് ജസ്റ്റ് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് തിരിച്ച് സെറ്റ് ചെയ്യാം. അടുത്ത നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ഇളക്കി നോക്കുകയാണ്. അപ്പോൾ 10,000 കിലോമീറ്റർ ആയ വണ്ടിയുടെ എയർ ഫിൽറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. 12,000 കിലോമീറ്റർ ആണ് കറക്റ്റ് സമയം കണ്ടോ തോന്നണ. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല.
ചെറിയ രീതിക്കുള്ള ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ കേട്ടോ. വലിയ പ്രശ്നമില്ല, നല്ല എയർ ഫിൽറ്ററാണ്. എന്തായാലും ഇളക്കി ശ്രദ്ധിക്കുക, എയർ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. പൊടി ഇല്ലെന്ന് ഒട്ടും ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷേ കുറവാണ്. 10,000 കിലോമീറ്റർ ഓടിയിട്ട് ഇത്ര പൊടിയല്ലേ വന്നുള്ളൂ, കുറവാണ്. ഓക്കെ, അപ്പം 12,000 കിലോമീറ്ററാണ് അപ്പോൾ കറക്റ്റ് സമയം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയറായി. അപ്പോൾ എന്തായാലും എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കളയാം. അപ്പോൾ ഇനിയിപ്പം ബാക്കി സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് അർജൻറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് ഞാൻ പോവുകയാണ്. ബസ്സിന് പോയിട്ട് തിരിച്ച് വൈകുന്നേരം വന്ന് നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ വണ്ടിയുടെ വാഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് വണ്ടി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് വണ്ടി വീട്ടിൽ കൊണ്ട് വന്നു കേട്ടോ. ഞാൻ സർവീസ് ഡേറ്റിൻ്റെ അന്നല്ല ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. കുറച്ച് ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ പ്രശ്നങ്ങളെല്ലാം അത് സോൾവ് ആക്കിയ അവിടുത്തെ ലീക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ബീഡിങ്ങും കാര്യങ്ങളൊക്കെ മാറി അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കാലക്രമേണ മാറേണ്ട സാധനമാണ്. ഇത് എക്സ്പ്രസിന് വരുന്ന മെയിൻ ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഒരു ഹെഡിൻ്റെ ഈ ഒരു പാക്കിങ്ങിൻ്റെ അവിടുന്ന് ലീക്ക് വരുന്നത് കേട്ടോ. അതെല്ലാം എക്സ്പ്രസിന് വരുന്നതാണ്. അങ്ങനെ എനിക്കും 10,000 കിലോമീറ്ററിൽ വന്നിട്ടുണ്ട്. കൂടുതലും 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് വേണം. പിന്നെ വണ്ടി കൂടുതലും 10,000 കിലോമീറ്റർ ഓടുന്ന, കൂടുതലും ഒരു 10 കിലോമീറ്റർ കൂടുമ്പോൾ ഈ ബീഡിക്ക് മാറേണ്ട, കൂടുതലും ഒരു 10 കിലോമീറ്റർക്ക് പോകുമ്പോൾ ഈ ബീഡിക്കിന് കംപ്ലൈൻറ്റ് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ കോൺപാലും ലൂസായി കിടക്കുന്നത് അതൊക്കെ ടൈറ്റ് ചെയ്ത് അങ്ങനെ വണ്ടി ഫുൾ കണ്ടീഷനൊക്കെ ആക്കിയിട്ടുണ്ട്. ഫുൾ സെറ്റാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു അപ്പോൾ നമ്മളെ വണ്ടിയുടെ സർവീസിൻ്റെ പരിപാടി. അപ്പോൾ നമ്മളെ ഡ്യൂക്കും അവിടെ ഇരിക്കാൻ കേട്ടോ. 2 വണ്ടിയുടെയും ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ നമ്മൾ ഡ്യൂക്കിൻ്റെ ഫുൾ സർവീസാണ്. ഫുൾ സർവീസ് എന്ന് വെച്ചാൽ A to Z 4 സീലും വാട്ടർ പ്രൂഫ് സീലും എല്ലാ സാധനവും മാറിയതാണ് നമ്മൾ ഡ്യൂക്ക്. അതിനുശേഷം എന്താ എക്സ്പൾസും ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് 2 വണ്ടി കൂടെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാട്ടോ. ഒരു പെട്ടെന്നൊരു ട്രിപ്പ് വന്നാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഓഫ് റോഡാ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താൽ എനിക്ക് ഏത് വണ്ടി എടുത്തോട്ട് പോവാം. വണ്ടി 2 ഫുൾ കണ്ടീഷനാക്കി വെച്ചേക്കാണ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും വണ്ടിയുടെ കേസ് വേറെ ടെൻഷനും കാര്യമൊന്നുമില്ല. ഇനി ട്രിപ്പിന് പോകാനുള്ള പൈസയുടെ കേസ് മാത്രമേ ടെൻഷനുള്ളൂ കേട്ടോ. പൈസ എനിക്ക് എവിടെ നിന്ന് ഒപ്പിക്കണം അറിയാൻ വയ്യ. വണ്ടി സെറ്റാക്കിയപ്പോൾ കഴിയുന്ന പൈസ മൊത്തം തീർന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ ഡ്യൂക്കും എടുത്തുകൊണ്ട് നമുക്ക് ചുമ്മാ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ പറയാൻ മറന്നുപോയി, ഞാൻ ഫോൺ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ 14 Pro Max 1TB ആണ് കേട്ടോ. അപ്പം എൻ്റെ 14 Pro സെയിലാക്കിയിട്ടാണ് ഞാൻ 14 Pro Max 1TB എടുത്തേക്കുന്ന. 99 ബാറ്ററിയാണ്. ഒരു നല്ലൊരു ഡീലിന് കിട്ടിയപ്പോൾ എൻ്റെ ഫോണിന് സെയിലാക്കി നല്ലൊരു ഡീലിന് ഈ ഒരു ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 1TB ആണ്. പിന്നെ പ്രോ മാക്സ് ആണ്ട് ഒത്തിരി വെയിറ്റും കൂടുതലാണ്, ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ 1TB ആണ്. പക്ഷേ ബാറ്ററി ലൈഫും അപാരമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രോയിൽ നിന്ന് മാറി മാക്സിലോട്ട് വന്നപ്പം എനിക്ക് ഇഷ്ടമായി സാധനം. പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ സ്മൂത്തായി. 15 Pro മാക്സിലോട്ടൊന്നും നോക്കിയില്ല, അതിനുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. ബ്ലാക്കാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഒരു ഫോൺ എടുക്കാൻ പോയിട്ടാണ് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ലോറിയിലൊക്കെ കയറി വന്നത് കേട്ടോ. അപ്പോൾ ഫോൺ കാണിച്ചു തന്നിട്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് നമ്മളെ പാരിപ്പള്ളി SKറിലാണ്. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഷോപ്പിൽ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു 390 ഹെഡ് പൊളിച്ചിട്ടേക്കാൻ കേട്ടോ. ഇതിനകത്ത് RGB DRL വർക്ക് വയ്ക്കാൻ വന്ന വണ്ടിയാണ്. ഇത് മുമ്പ് എവിടെ കൊടുത്ത് പണിഞ്ഞ് തുലച്ച് വെച്ച വണ്ടിയാണ് കേട്ടോ പറഞ്ഞത്. അതായത് ഇവിടെ കണ്ടോ ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് തുലച്ച് വെച്ചേക്കാണ് ഹെഡ്ലൈറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി ഒരു കംപ്ലീറ്റ് സെറ്റാക്കിയിട്ട് നമ്മൾ RGB DRL ഇതിനകത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രാക്ക് ഡസ്റ്റൻ്റെ ഹാൻഡ് ഗാർഡാണ്. ബ്രാക്ക് ഡസ്റ്റിൻ്റെ ഒറിജിനൽ വെല്ലുന്ന ഹാൻഡ് ഗാർഡാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ബ്രാക്ക് ഡസ്റ്റിൻ്റെ ലോഗയും കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് നിൽക്കുന്ന ടൈപ്പിലൊരു സംഭവമാണ്. ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം, ഈ ഹാൻഡ് ഗാർഡിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ റെഡ് ഹാൻഡ് ഗാർഡ് വയ്ക്കുന്ന ഈ ഒരു റെഡ് വണ്ടിയിലാണ്. അതിൻ്റെ ഒരു കോംബോ ഫിനിഷിൽ ഈ ഒരു ഹാൻഡ് ഗാർഡുകൾ നിൽക്കും കേട്ടോ. ഓക്കെ, വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹാൻഡ് ഗാർഡിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് വണ്ടിയിൽ റെഡ് ഹാൻഡ് ഗാർഡുകളായപ്പം നല്ല ഇതിൽ മാച്ചിങ് ആയിട്ട് വണ്ടിക്ക് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 390 ഹെഡ്ലൈറ്റിൻ്റെ RGB വർക്ക് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോണിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിപ്പോൾ കൊറിയറാണ് തന്നിരിക്കുന്നത്, വണ്ടി കൊണ്ടുവന്നിട്ടില്ല. കൊറിയർ അയച്ച ഹെഡ്ലൈറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ബാറ്ററി കണക്ട് ചെയ്തിട്ട് കളറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം. ഇനി ഇതിപ്പോൾ ഇത് പാക്ക് ചെയ്ത് നമ്മളിനി കൊറിയർ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലത്തെ വർക്ക് ചെയ്യാൻ ദൂര സ്ഥലത്ത് നിൽക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഇവിടെ ഡയറക്റ്റ് കൊറിയർ അയച്ചു തന്നാൽ ഇതേപോലെ വർക്കും കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ റിട്ടേൺ അയച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് വർക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ വേണം നമുക്ക് മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ വഴി ഇതിൻ്റെ അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലത്തെ ഉള്ള വർക്കിന് നിങ്ങൾക്ക് നെസ്കിയെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് പാക്ക് ചെയ്യാം. സാധനം പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്, നമുക്ക് കൊറിയർ അയക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്കായിട്ട് പോകാനുണ്ട്. അപ്പോൾ ഷോപ്പിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇതേപോലത്തെ എല്ലാ ആക്സസറീസും ഹെൽമറ്റും എല്ലാ പരിപാടിയും ഷോപ്പിലുണ്ട്. 390 ഡിസ്ക് ആയിട്ടാണ് കേട്ടോ. 320mm ഡിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.